ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി കഴിഞ്ഞ ദിവസം ഫ്രാൻസ് 24 നൽകിയ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ, താങ്കൾ ആശങ്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് അറാഗ്ചി പ്രതികരിച്ചത്. തീർച്ചയായും ഒരു പരാജയം അനുഭവപ്പെട്ട സ്ഥിതിക്ക് വീണ്ടും അത് ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നാണ്. സ്വാഭാവികമായും ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സ്വയം തന്നെ ഒരു ഉൾവിളി ഉണ്ടാകും, ഇനിയും ആ തെറ്റ് ആവർത്തിക്കരുത് എന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധ്യത വളരെ വിദൂരത്താണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അങ്ങനെ ഇസ്രായേലിന് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്നതിന് അബ്ബാസ് അറാഗ്ചി ഇങ്ങനെയാണ് പ്രതികരിച്ചത്. യുദ്ധം ആരംഭിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോട് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്നാണ്. പക്ഷേ ഞങ്ങൾ ദൃഢനിശ്ചയത്തോടെ ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതികരിച്ചു. എന്നാൽ 12 ദിവസമാകുമ്പോൾ ഞങ്ങളായിരുന്നില്ല യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടതും യുദ്ധം നിർത്തിയതും. അമേരിക്ക തന്നെ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയും സ്വയം അവർ നിർത്തിവെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അബ്ബാസ് അറാഗ്ചി ചോദിച്ചത്. എന്നാൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യമായി പ്രവർത്തിച്ചില്ലല്ലോ എന്ന ചോദ്യത്തിന് അബ്ബാസ് അറാഗ്ചി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചില്ല, അതൊരു സത്യമാണ്. എന്നാൽ ഞങ്ങളതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമായി പ്രവർത്തിച്ചിട്ടില്ല. ആദ്യഘട്ടങ്ങളിൽ ഉള്ളതിലേറെ ശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഞങ്ങൾ നൽകിയത്. അതെല്ലാം ശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ മേഖലകളിലൂടെ ആധിപത്യം സൃഷ്ടിച്ച് പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനെ ഒന്ന് പ്രതികരിക്കാൻ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ പ്രവിശ്യയിൽ ഇനിയും യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 7 രാഷ്ട്രങ്ങളിൽ 2 വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ആക്രമണങ്ങളോ യുദ്ധങ്ങൾക്കോ ഉള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ്. എന്നാൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധന നിങ്ങൾ തടയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ ആക്രമിക്കപ്പെട്ട റിയാക്ടറുകളിൽ പരിശോധന നടത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. റേഡിയേഷനുള്ള സാധ്യതയുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവുകളുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള പരിശോധന ശരിയല്ല. എന്നാൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അളവും സ്ഥലവും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം നിരർത്ഥകമാണ്. ആണവോർജ ഏജൻസി ഉന്നയിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത്തരം നിരുത്തരവാദിത്തപരമായ കാര്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് കൈറോ ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ നിലവിൽ ആക്രമിക്കപ്പെടാത്ത ആണവ റിയാക്ടറുകൾ ഇപ്പോഴും പരിശോധനയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി.